നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. തിരുവങ്ങാട് സ്വദേശിയുടെ പരാതിയിൽ ചെന്നൈ സ്വദേശികളായ 2 പേർക്കെതിരെ കേസ്. ഡ്രൈവർ ഇല്ലാതെ നിർത്തിയിടുന്ന ഓട്ടോറിക്ഷകളിൽ കയറി മോഷണം നടത്തുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശി ഷൈജു ജോസഫ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവോര കച്ചവടം നടത്തി ഉപജീവനം പുലർത്തുന്നവരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കുടിയൊഴിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് വഴിയോര വ്യാപാര തൊഴിലാളി കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോർപ്പറേഷനെതിരെ നിയമ നടപടിയെന്നും INTUC. പാർക്കോ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന കടവത്തൂരിലെ PA റഹ്മാന്റെ ഓർമ്മകൾക്ക് 7 വർഷം. ഓർമ്മയായത് രാഷ്ട്രീയ വിദ്യാഭ്യാസ സാമൂഹ്യ ബിസിനസ് മേഖലയിലെ സജീവ സാന്നിധ്യം. വാർത്തകൾ വിശദമായി. തലശ്ശേരിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ചെന്നൈ സ്വദേശികളുടെ ലക്ഷങ്ങളുടെ തട്ടിപ്പ്. തിരുവങ്ങാട് സ്വദേശിയുടെ പരാതിയിൽ ചെന്നൈ സ്വദേശികളായ 2 പേർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ചെന്നൈ സ്വദേശികളായ 2 പേർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. തിരുവങ്ങാട് കാവുംഭാഗം അരുണിമ ഹൗസിൽ VV വിജേഷിനാണ് തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടത്. വിജേഷിന്റെ ഭാര്യ TP രമ നൽകിയ പരാതിയിലാണ് കേസ്. ചെന്നൈ സ്വദേശികളായ ശരണ്യ, K സുരേഷ് ജോസ് എന്നിവരാണ് കേസിലെ പ്രതികൾ. 2024 ഫെബ്രുവരി 1-നും 2025 ഓഗസ്റ്റ് 11-നും ഇടയിലുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഗൂഗിൾ പേ, പേടിഎം ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി 9 ലക്ഷം രൂപയാണ് പ്രതികൾ പരാതിക്കാരിയുടെ ഭർത്താവിൽ നിന്നും കൈപ്പറ്റിയത്. പറഞ്ഞതുപോലെ വിസ നൽകാതിരുന്നതിനെ തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ 1,25,000 രൂപ മാത്രമാണ് പ്രതികൾ തിരികെ നൽകിയതെന്നും ബാക്കി വരുന്ന 7,75,000 രൂപ തിരികെ നൽകാതെ വിശ്വാസ വഞ്ചനയും ചതിയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. വിസ ശരിയായി കിട്ടുമെന്നും പണം തിരികെ ലഭിക്കുമെന്നും കരുതിയതിനാലാണ് പോലീസിൽ പരാതി നൽകാൻ കാലതാമസം ഉണ്ടായതെന്നും പരാതിക്കാരി പറയുന്നു. SI EK സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. ഡ്രൈവർ ഇല്ലാതെ നിർത്തിയിടുന്ന ഓട്ടോറിക്ഷകളിൽ കയറി മോഷണം നടത്തുന്ന യുവാവ് പിടിയിൽ. കാസർഗോഡ് സ്വദേശി ഷൈജു ജോസഫാണ് അറസ്റ്റിലായത്. ഓട്ടോ ഡ്രൈവറായ മാലൂർ സ്വദേശിയുടെ ഓട്ടോയിൽ നിന്നും 8,000 രൂപ കവർന്ന കേസിൽ പ്രതിയാണ് ഇയാൾ. ഇയാൾക്കെതിരെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 17ഓളം കേസുകളുണ്ട്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത്. ഓട്ടോ ഡ്രൈവറായ മാലൂർ മല്ലന്നൂരിലെ വൃന്ദാവനിൽ P വിജിത്ത് നൽകിയ പരാതിയിലായിരുന്നു അറസ്റ്റ്. കഴിഞ്ഞ ദിവസം തന്റെ KL 58N 4775 ഓട്ടോയുമായി തലശ്ശേരിയിലെത്തിയ വിജിത്ത് ജനറൽ ആശുപത്രിക്കടുത്ത ഒരു ലാബിനടുത്ത് വണ്ടി നിർത്തി പുറത്തുപോയിരുന്നു. ഈ സമയത്താണ് ഡ്രൈവർ വേഷധാരിയായ ഷൈജു ജോസഫ് ആളില്ലാത്ത ഓട്ടോയിൽ കയറിയത്. പരിസരം നിരീക്ഷിച്ച് ഡാഷ് ബോക്സ് കുത്തിത്തുറന്ന് അതിലുണ്ടായിരുന്ന 8,000 രൂപ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. വിജിത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇതിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസുകാരൻ വിവരം സ്റ്റേഷനിലേക്ക് നൽകുകയായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 17ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവോര കച്ചവടം നടത്തി ഉപജീവനം പുലർത്തുന്നവരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കുടിയൊഴിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് വഴിയോര വ്യാപാര തൊഴിലാളി കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. 2014 മൻമോഹൻ സിംഗ് സർക്കാർ പാസാക്കിയ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് നിയമം വിസ്മരിച്ചുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ തൊഴിലാളി വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ട് പറഞ്ഞു. ജില്ലകളിലും കേട്ടുകേഴ്വിയില്ലാത്ത കിരാതമായ ചില ഭരണ കേന്ദ്രത്തിലേക്ക് നയിച്ചത് ഏകാധിപത്യ ഭരണത്തിന് വേണ്ടിയല്ല, ഇവിടെ രാജകീയ ഭരണം നടത്താനല്ല. AC റൂമിൽ ഇരുന്നു കൊണ്ട്, AC കാറിൽ സഞ്ചരിച്ചുകൊണ്ട് കുത്തക മുതലാളിമാരുടെ കാര്യം മാത്രം നോക്കി ഇവിടെ പ്രവർത്തിക്കാനല്ല. പ്രത്യേകിച്ച് ഈ വഴിയോര തൊഴിലാളികൾ ജോലി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന പയ്യാമ്പലത്ത് നിന്ന് ജയിച്ചു വന്ന ഇന്ന് മേയറായി തീർന്നിരിക്കുന്ന മേയർ എടുത്തിരിക്കുന്ന നിലപാട് തികച്ചും അപമാനകരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ
ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളെ നോക്കിക്കൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊരു നിയമമാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഈ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്കും ഈ രാജ്യത്ത് ജീവിക്കണം എന്ന ആ ജീവിതം മാർഗം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പാർലമെന്റിൽ 2016 പാസ്സാക്കിക്കൊണ്ട് നിയമമാക്കിക്കൊണ്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. കുത്തക മുതലാളിമാരായ കച്ചവടക്കാർക്ക് വേണ്ടിയാണ് കോർപ്പറേഷൻ ഭരണസമിതി സത്യപ്രതിജ്ഞ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോർപ്പറേഷന്റെ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുക, നിലവിലുള്ള മുഴുവൻ വഴിയോര കച്ചവടക്കാർക്കും പുതിയ സർവേ കണ്ടെത്തി സ്ട്രീറ്റ് വെണ്ടർ കാർഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള പ്രദേശ് വഴിയോര വ്യാപാര തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AT നിഷാന്ത് സ്വാഗതം പറഞ്ഞു. MV പ്രേമരാജൻ, UK ജലജ, ഷമീർ പള്ളിപ്പുറം, KC ഉല്ലാസൻ, P ഇസ്മയിൽ, PA ഹരി എന്നിവർ സംസാരിച്ചു. PK രമേശൻ, MA ഖാലിദ്, M ഹരീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ ഗാന്ധി സർക്കിളിൽ വൈദ്യുതി തൂണിൽ തീപിടുത്തം. മേയറുടെ ഇടപെടലിൽ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. MLA TO മോഹനനും സ്ഥലത്തെത്തി. കണ്ണൂർ നഗരത്തിലെ ഗാന്ധി സർക്കിളിലാണ് തീപിടുത്തമുണ്ടായത്. മുസ്ലിം ലീഗ് ജില്ലാ ഓഫീസായ ബാഫഖി സൗജത്തിന് മുൻപിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇതുവഴി പോവുകയായിരുന്ന കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉടൻ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി ഉടൻ തീയണക്കുകയുമായിരുന്നു. തക്ക സമയത്ത് തീയണച്ചതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. കണ്ണൂർ MLA അഡ്വക്കേറ്റ് TO മോഹനനും കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ മഠത്തിലും KSEB ഉദ്യോഗസ്ഥരും അപകട സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. പാർക്കോ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന കടവത്തൂരിലെ PA റഹ്മാന്റെ ഓർമ്മകൾക്ക് 7 വർഷം. രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാമൂഹ്യ, ബിസിനസ് മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു. കല്ലിക്കണ്ടി NAM കോളേജ്, കല്ലിക്കണ്ടി പാറമേൽ UP സ്കൂൾ, പെരിങ്ങത്തൂർ മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്നിവയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു PA റഹ്മാൻ. പാർക്കോ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന കടവത്തൂരിലെ പുതിയപുരയിൽ PA റഹ്മാന്റെ ഓർമ്മകൾക്ക് 7 വർഷം. 1947 ജനുവരി 5 കടവത്തൂരിലെ പുതിയപുരയിൽ കുട്ടിയാലിയുടെയും ഖദീശയുടെയും മകനായി ജനിച്ച PA റഹ്മാൻ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് ജീവിത വിജയം നേടിയ വ്യക്തിത്വമായിരുന്നു. UAEയിൽ പാർക്കോ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം പ്രതിസന്ധികളോടും പ്രയാസങ്ങളോടും പൊരുതി മുന്നേറിയ സംരംഭകനായിരുന്നു. മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച അദ്ദേഹം മാധ്യമരംഗത്തും ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. രാഷ്ട്രീയം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ സജീവമായിരുന്നു PA റഹ്മാൻ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായും പ്രവർത്തിച്ചു. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. തലശ്ശേരി CH സെന്ററിന്റെ സ്ഥാപക ചെയർമാനായിരുന്ന അദ്ദേഹം ജാതി മതഭേദമന്യേ സഹായം തേടിയെത്തിയ എല്ലാവരെയും കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു. കല്ലിക്കണ്ടി NAM കോളേജ് പ്രസിഡന്റായും കല്ലിക്കണ്ടി പാറമേൽ UP സ്കൂൾ മാനേജറായും പെരിങ്ങത്തൂർ മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാനായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃനിരയിലും അദ്ദേഹം പ്രവർത്തിച്ചു. കല്ലിക്കണ്ടി NAM കോളേജിന്റെ ഇന്നത്തെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു PA റഹ്മാൻ. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ ഒട്ടനവധി സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. വടകരയിൽ പാർക്കോ ഹോസ്പിറ്റലും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. നിരവധി പേരുടെ ആശ്രയമായിരുന്നു PA റഹ്മാൻ. സംരംഭകനായും പൊതുപ്രവർത്തകനായും ജീവകാരുണ്യ പ്രവർത്തകനായും സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച PA റഹ്മാന്റെ സേവനങ്ങളും സ്മരണകളും എന്നും നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Telicherry Institute of Advanced Studies, TIAS, Kundurmala, Punna West, Telicherry. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, PCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime,
Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847904444, 9847404444. വെബ്സൈറ്റ് www.tias.in. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ കതിരൂർ, ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു.
കണ്ണൂരിലെ കലാസാഹിത്യ സാംസ്കാരിക സംഘടനയായ കലാഗൃഹത്തിന്റെ 9ാം വാർഷികാഘോഷവും വിവിധ വ്യക്തികൾക്കുള്ള പുരസ്കാര വിതരണവും ജൂലൈ 12-ന് നടക്കും. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ് പരിപാടികൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂരിലെ കലാസാഹിത്യ സാംസ്കാരിക സംഘടനയായ കലാഗൃഹത്തിന്റെ 9ാം വാർഷികാഘോഷവും വിവിധ വ്യക്തികൾക്കുള്ള പുരസ്കാര വിതരണവും ജൂലൈ 12-ന് നടക്കും. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ് ചടങ്ങ് നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്രാവശ്യത്തെ സമ്മേളനം കലാഗൃഹത്തിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ്. ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മഹാത്മാ മന്ദിരത്തിലുള്ള ചടങ്ങിൽ KN രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. കലാഗൃഹം രക്ഷാധികാരി ശ്രീ മോഹൻദാസ് ഉദ്ഘാടന കർമ്മവും നിർവഹിക്കും. അജയ് കുമാർ കരിയാൽ, ജമാൽ കണ്ണൂർ സിറ്റി എന്നിവർ ആശംസ അർപ്പിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉച്ചയ്ക്ക് ശേഷമാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്രഗാന സംഗീത സംവിധായകനും രചയിതാവുമായ ദർശൻ രാമനാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. 12 രാവിലെ 10-ന് കലാഗൃഹം രക്ഷാധികാരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2-ന് സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര ഗാന സംവിധായകനും രചയിതാവുമായ ദർശൻ രാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കലാരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയാകും. തുടർന്ന് ചാരിറ്റി ഫണ്ട് കൈമാറലും സമ്മാന വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KN രാധാകൃഷ്ണൻ, നാട്യശ്രീ കവിതാ ജയൻ, ജമാൽ കണ്ണൂർ, K ശ്രീജിത്ത്, റീത്ത രമേശ് എന്നിവർ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വടംവലി മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് ജേതാക്കളായ കോടിയേരിയിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വടംവലി മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ജേതാക്കൾക്ക് സ്വീകരണം നൽകി. കോടിയേരിയിലെ കായിക താരങ്ങൾക്കാണ് സ്വീകരണം ഒരുക്കിയത്. കാരായി രാജൻ MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. Under 17 നാം ഇപ്പോൾ കോടിയേരിയിലെ ഈങ്ങേൽപ്പടിയിലും കൊപ്പരക്കാലത്തുമുള്ള നമ്മുടെ നാട്ടുകാരായ യുവാക്കൾ, യുവതികൾ ഒരു രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തുന്ന വടംവലി രംഗത്ത് ദേശീയ അംഗീകാരം നേടിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കായിക താരങ്ങളെ, ടഗോവാർ താരങ്ങളെ നമ്മളിവിടെ അനുമോദനത്തിൽ അവരെ വിളിച്ചു വരുത്തി അനുമോദിക്കുമ്പോൾ അവരെക്കാൾ സന്തോഷിക്കുന്നത് ഒരു നാടാണ്. അതിനേക്കാൾ അഭിമാന പൂരിതമാകുന്നത് ഈ നാട്ടിലെ സാംസ്കാരിക സ്ഥാപനമെന്ന നിലയിൽ നമ്മുടെ വായനശാലയും പ്രസ്ഥാനങ്ങളുമാണ്. ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അംഗീകാരമല്ല. വളരെയേറെ പ്രയാസകരമായ, വലിയ പിന്തുണയൊന്നുമില്ലാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട്, വലിയ പ്രോത്സാഹനങ്ങളൊന്നും ലഭിക്കാതെ ഒരു രാജ്യമോ ഇവിടുത്തെ കായിക വകുപ്പോ ഗവൺമെൻറ്റോ ഒന്നും വേണ്ടത്ര ശ്രദ്ധിക്കാതെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഒരു രാജ്യത്തിനു വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി അഭിമാനമുയർത്താൻ മലയാളികളുണ്ടായി. കേരളത്തിന് വേണ്ടി നമ്മുടെ കായിക താരങ്ങൾ, കമ്പവലി താരങ്ങൾ പ്രതിഭകളായി ഒരു രാജ്യത്തിൻ്റെ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളായി ഈ നാട്ടിലെ ഏതാനും ചെറുപ്പക്കാരികൾ മാറിയിരിക്കുകയാണ്. കൊപ്പരക്കാളത്തിൻ്റെയും കോടിയേരിയുടെയും
ഈങ്ങയിൽ പീടികയുടെയും ഒരു നാമം ഇന്ത്യയിലെമ്പാടുമുള്ള കായിക പ്രേമികൾ ഇന്ന് അറിയുകയാണ്. ടി കെ ഷാജി മാസ്റ്റർ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി കെ പി അരുൺകുമാർ, കെ അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് വായനാ പക്ഷാചരണവും CM കിഡ്സ് LP UP NMMS സ്കോളർഷിപ്പ് ജേതാക്കൾക്കുള്ള അനുമോദനവും നടത്തി. പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ ഷബ്ന ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി പഞ്ചായത്തിന്റെയും ചൊക്ലി പഞ്ചായത്ത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും CM കിഡ്സ് ജേതാക്കൾക്ക് ആദരവും സംഘടിപ്പിച്ചത്. പ്രമുഖ എഴുത്തുകാരി ഡോക്ടർ S ഷബ്ന ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായ എഴുത്തച്ഛൻ പുരസ്കാരം ബഷീറിന് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതിന്റെ കാരണമായിട്ട് കമ്മിറ്റിയിൽപ്പെട്ട പലരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ബഷീറിന്റെ ഭാഷ മലയാള ഭാഷയോട് നീതി പുലർത്താത്ത ഭാഷയാണ് എന്നുള്ള രീതിയിലുള്ളൊരു സംസാരം അവരുടെ ഇടയിൽ അവാർഡ് കമ്മിറ്റിയിലൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു വിമർശനങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം ഭാഷയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടെങ്കിൽ തന്നെ ബഷീറിന്റെ ആ ഒരു ഭാഷയാണ് ഏതൊരാളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ബഷീറിൻ്റെതായിട്ടുള്ള പ്രയോഗങ്ങൾ. എങ്ങനെയാ പാത്തുമ്മയുടെ ആടില് ബഷീർ പാത്തുമ്മയുടെ ആട് പ്രസവിച്ച കാര്യം പറഞ്ഞതെന്ന് അറിയോ? പാത്തുമ്മയുടെ ആട് എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പാത്തുമ്മയുടെ ആടിൽ ഏതെങ്കിലും ഡയലോഗ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ LP ക്ലാസ്സിലെ കുട്ടികളൊക്കെ കഴിഞ്ഞ ഡും പാത്തുമ്മയുടെ ആട് പെറ്റു. വേറെ ഏതെങ്കിലും ഒരു പ്രസവം നാട്ടിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ? ഡും എന്നുള്ള സൗണ്ടോടുകൂടി ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പ്രസവിച്ചത് ഒക്കെ ഭയങ്കര നിലവിളിയായിരുന്നു. അങ്ങനെയായിരിക്കും തോന്നുന്നു. ഇവിടെ എല്ലാവർക്കും പരിചിതമായ പ്രസംഗങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ബഷീറിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഡും പാത്തുമ്മയുടെ ആട് പെറ്റു എന്ന് പറയണമെങ്കിൽ നമ്മളിപ്പോൾ ആരെ കൊണ്ടും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ബഷീറിനെ മാറ്റി നിർത്തുന്നതും യുണീക്കായിട്ട് ബഷീറിനെ കാണാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ചൊക്ലി പഞ്ചായത്തിലെ 27 വിദ്യാലയങ്ങളിൽ നിന്നും CM കിഡ്സ് LP UP NMMS വിജയികളായ 73 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത്. CM കിഡ്സ് വിജയികളെ പന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S നോയ ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ചടങ്ങിൽ അധ്യക്ഷനായി. കുട്ടികൾക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാടിനെ കുറിച്ചുള്ള അറിവുകൾ കൂടി കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പദ്ധതികളാണ് ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ അക്ഷരജ്ഞാനം പറഞ്ഞു കൊടുത്ത മഹാനായ ഹെർമൻ ഗുണ്ടർട്ടിന് മലയാള അക്ഷരം പറഞ്ഞു കൊടുത്ത ഊരാച്ചേരി ഗുരുദാസന്മാരുടെ സ്മരണ നിലനിർത്തുന്ന നമ്മുടെ പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ സ്മാരകവും അദ്ദേഹത്തിന്റെ പഴയകാല അനുഭവങ്ങളുമെല്ലാം പുതിയ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി രാജമോഹൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ അക്ഷരതീരത്ത് എന്ന പരിപാടി സംഘടിപ്പിച്ചു. ആശംസകൾ അർപ്പിച്ച് വൈസ് പ്രസിഡന്റ് KM സപ്ന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KTK പ്രദീപൻ, KP ഷമീന, P ജയചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK മോഹനൻ, മിഫ്താഹ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. PEC കൺവീനർ CC നിഷാനന്ദ് മാസ്റ്റർ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് സജിത് കുമാർ നന്ദിയും പറഞ്ഞു. തലശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. PTA ജനറൽ ബോഡി യോഗവും ഇതോടൊപ്പം നടന്നു. തലശ്ശേരി MLA കാരായി രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നാം ജീവിക്കുന്ന ഈ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഓരോരുത്തരും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇനിയും നേടിയെടുക്കാനുണ്ട്, നമുക്ക് ലഭിക്കാനുണ്ട്. ഒരു കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഏതൊരു വാർഡിൽ ചെന്ന് നോക്കിയാലും
അത് മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെയുള്ള നമ്മുടെ നീണ്ടുകിടക്കുന്ന ഭൂപ്രദേശത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഒരാളെ പോലും ഇന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല. വേണമെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ സമ്മാനം പ്രഖ്യാപിക്കാം. സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെ കേരളത്തിൽ തൊട്ട് കാണിക്കാൻ പറ്റുമോ എന്ന് ഒരു വെല്ലുവിളിയായിട്ടൊന്ന് ഉയർത്താൻ സാധിക്കും. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രസിഡന്റ് COT മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നൈസീൻ നീമ ഫെർണാണ്ടസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച രക്ഷിതാക്കൾക്കുമുള്ള സമ്മാനങ്ങൾ MLA വിതരണം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ജെയ്മോൾ വി തോമസ്, മദർ PTA പ്രസിഡന്റ് ഹസീന, മുൻ PTA പ്രസിഡന്റ് ജോയ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ P. വിനോദ് കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി TN സീനത്ത് നന്ദിയും പറഞ്ഞു. തലശ്ശേരി ലയൺസ് ഇന്റർനാഷണൽ തലശ്ശേരി മിഡ് ടൗൺ ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. തലശ്ശേരി ലയൺസ് ഹാളിലാണ് ചടങ്ങ് നടന്നത്. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു. 200 വീൽചെയർ കൊടുത്ത കുട്ടികൾ ആ വീൽചെയറിലേക്ക് ഓടി കളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആദ്യം ആത്മസംതൃപ്തി പോയ സമയം അതാണ്. അല്ലാണ്ട് ഞാൻ 1000 കോടി ബിസിനസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടാക്കി ആ സന്തോഷം കിട്ടിയില്ല. ഇത് കഴിഞ്ഞ് പരിപാടിയിൽ തിരിച്ചു പോകുമ്പോൾ ഒരു കുട്ടി വീൽചെയറിൽ നിന്ന് കുട്ടി അദ്ദേഹത്തിന്റെ കാലിൽ കടന്നു പിടിച്ചു. എന്നിട്ട് അങ്ങനെ മുഖമൊന്നും കൂടി കാണണം, കാരണം ഞാൻ മരിച്ചിട്ട് സ്വർഗത്തിൽ വരുമ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ് പറയാൻ വേണ്ടിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ ആ ഇത്രയും കാലത്തിനിടക്ക് ഏറ്റവും വലിയ ആത്മസംതൃപ്തി കിട്ടിയ നിമിഷം ആ നിമിഷമായിരുന്നു. അപ്പൊ കൊടുക്കാന്നുള്ളത് മാത്രമാണ് ലയൺസിലുള്ളത് സാർ. നിങ്ങളെ സമ്പാദിച്ചതിന്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാത്തതാണ്. പേരാളികള് ഈ പ്രസ്ഥാനം ചേരാൻ താല്പര്യമായിട്ട് വന്നതിലേക്ക് ചെറിയൊരു സത്യവാചകം ചൊല്ലണം. പുതുതായി ക്ലബിൽ ചേർന്നവരെയും അദ്ദേഹം സ്വീകരിച്ചു. നിയുക്ത പ്രസിഡന്റ് സുധീർ കുമാർ മറുപടി പ്രസംഗം നടത്തി. സ്ഥാനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള സെക്രട്ടറി, ട്രഷറർ എല്ലാം മുന്നേ നമ്മുടെ തീരുമാനത്തോടുകൂടി വളരെയേറെ എനർജറ്റിക് ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ലയൺസ് ക്ലബ്ബ് എന്തൊക്കെയാണോ ബേസിക്കലായിട്ടുള്ള നീഡ്സുകൾ എല്ലാം നമ്മൾ ഈ ക്ലബിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലെ പ്രസിഡന്റ് മനോജ് രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുമേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സലീഷ് കുമാർ സ്വാഗതവും സുരേഷ് കുമാർ ഫ്ലാഗ് സല്യൂട്ടേഷനും നിർവഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ മിഥുൻ, സോൺ ചെയർപേഴ്സൺ സുദേശ് കർഷേണായ് എന്നിവർ സംസാരിച്ചു. നിയുക്ത സെക്രട്ടറി പ്രജിത് പത്മനാഭൻ നന്ദി പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഇനി വിഷമിക്കേണ്ടതില്ല. ആതുര സേവന രംഗത്ത് തലശ്ശേരിയിൽ പുത്തൻ സംവിധാനങ്ങളുമായി ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള കൃത്യതയാർന്ന ഫലം നൽകുന്ന ലാബ് ഫെസിലിറ്റി, എക്സ്റേ ഫെസിലിറ്റി, കൂടാതെ മെഡിക്കൽ സ്റ്റോർ, ഹോം കെയർ സർവീസും മാത്രമല്ല പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 9395500400 049029920067. ഇനി തലശ്ശേരിയുടെ ആരോഗ്യ സംരക്ഷണം ഞങ്ങളിൽ ഭദ്രം. ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് നിയർ ചിറക്കര HSS തലശ്ശേരി. ഫോൺ 049029920067 9395500400. ഒരുക്കുന്നു ഞങ്ങൾ
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ തലശ്ശേരി ഏരിയ കൺവെൻഷൻ തലശ്ശേരി CH കണാരൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. ഉന്നത വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ തലശ്ശേരി ഏരിയ കൺവെൻഷൻ തലശ്ശേരി CH കണാരൻ സ്മാരക മന്ദിരത്തിൽ ചേർന്നു. CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കമ്മിറ്റി ഇന്നത്തെ ഈ കൺവെൻഷനകത്ത് രൂപീകരിക്കുന്നതിന് വേണ്ടി സാധിക്കണം. സാധാരണഗതിയിൽ വിവിധ സംഘടനകളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമെല്ലാം SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുകയും അവർക്ക് ഉപകാരങ്ങളും നൽകുക. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികളെയും, അത് വിജയിച്ച മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു പ്രോത്സാഹനം നൽകാൻ വേറിട്ട ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഈ സംഘടനയുടെ ഭാരവാഹികളെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ കുട്ടികളെ SSLC +2 പരീക്ഷകൾ വരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട താങ്ങും തണലുമായി നിൽക്കേണ്ട ആളില്ലാതെ ഒരു സന്ദർഭത്തിൽ അപ്പോൾ എല്ലാ ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ചുമതലകളും ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക്, ഈ കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഈ രക്ഷിതാക്കൾ ഒരുക്കിയിട്ടുള്ളത്. തലശ്ശേരി നഗരസഭ മുൻ ചെയർപേഴ്സൺ KM ജമുനാറാൻ ടീച്ചർ അധ്യക്ഷയായി. M പ്രസന്ന ടീച്ചർ സ്വാഗതം പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. +79 തവണ രക്തദാനം ചെയ്ത TT റംലയെയും ചടങ്ങിൽ ആദരിച്ചു. രാംരാജ് മാട്രസസ് ആൻഡ് പില്ലോസ് കമ്പനി ഷോറൂം മാഹി മൂലക്കടവിൽ പ്രവർത്തനം തുടങ്ങി.
കമ്പനിയുടെ 23ാമത് ഔട്ട്ലെറ്റാണ് പ്രവർത്തനം തുടങ്ങിയത്. രാംരാജ് മാട്രസസ് ആൻഡ് പില്ലോസ് കമ്പനി ഷോറൂം മാഹി മൂലക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. കമ്പനിയുടെ 23ാമത് ഔട്ട്ലെറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. PTM ലൈഫ് സ്റ്റൈലാണ് രാംരാജ് മാട്രസസ് ആൻഡ് പില്ലോസ് ഫ്രാഞ്ചൈസി ഏറ്റെടുത്തത്. PTM ലൈഫ് സ്റ്റൈലിന്റെ കീഴിലുള്ള 2ാമത് രാംരാജിന്റെ ഷോറൂമാണ് മൂലക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 6 മാസം വരെ എല്ലാ പർച്ചേസുകൾക്കും 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കൂടാതെ സൗജന്യ ബെഡ്ഷീറ്റ് ആൻഡ് പില്ലോസ് ലഭ്യമാക്കും. ഈടുറ്റ കിടക്കകൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കട്ടിലുകളുടെ അളവുകൾക്കനുസൃതമായി 2 മുതൽ 12 ഇഞ്ച് വരെ ഉയരമുള്ള കിടക്കകളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സ്പ്രിംഗ് ബെഡ്, ഫോം ബെഡ്, മെഡിക്കേറ്റഡ്, സെമി മെഡിക്കേറ്റഡ് തുടങ്ങി വൈവിധ്യമാർന്ന കിടക്കകളാണ് ഒരുക്കിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 84 47 50 50 80 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. തിരുവങ്ങാട് സ്വദേശിയുടെ പരാതിയിൽ ചെന്നൈ സ്വദേശികളായ 2 പേർക്കെതിരെ കേസ്. ഡ്രൈവർ ഇല്ലാതെ നിർത്തിയിടുന്ന ഓട്ടോറിക്ഷകളിൽ കയറി മോഷണം നടത്തുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശി ഷൈജു ജോസഫ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവോര കച്ചവടം നടത്തി ഉപജീവനം പുലർത്തുന്നവരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കുടിയൊഴിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് വഴിയോര വ്യാപാര തൊഴിലാളി കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോർപ്പറേഷനെതിരെ നിയമ നടപടിയെന്നും INTUC. പാർക്കോ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന കടവത്തൂരിലെ PA റഹ്മാന്റെ ഓർമ്മകൾക്ക് 7 വർഷം. ഓർമ്മയായത് രാഷ്ട്രീയ വിദ്യാഭ്യാസ സാമൂഹ്യ ബിസിനസ് മേഖലയിലെ സജീവ സാന്നിധ്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.